ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രെഡ് കൊണ്ടുള്ള റെസിപ്പിയാണ്, ബ്രെഡ് ഉപ്മ. ഇത് ഞങ്ങളുടെ ജാക്സന്റെ ബ്രെഡാണ്. എൻ്റെ ഒരു കൊല്ലത്തെ അന്നദാതാവാണ്, ഒരു കൊല്ലമായിട്ട് അന്നദാതാവാണ്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബ്രെഡ് കിട്ടും. ഈ ബ്രെഡ് തൊട്ട് ഒരു ബ്രെഡ് ഉപ്മ ഉണ്ടാക്കാം. സാധാരണ ഉണ്ടാക്കുമെന്ന് തോന്നുന്നത് ഉപ്മാവ് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച്, പക്ഷെ മിക്സി ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് ക്യൂബ് പോലെ ആക്കിയിട്ട് അത് വെച്ചൊരു ഉപ്മാവ് ഉണ്ടാക്കാം. ഓക്കെ, ഇത് ഫ്രഷ്ലി ബേക്ക്ഡ് ആണ്. ഇന്നലത്തെ സാധനോട് ഇന്ന് വന്നേക്കണം. അത് അവിടുന്ന് പ്രൊഡക്ഷൻ ഡയറക്റ്റ് വരുന്ന ബ്രെഡാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ച് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. 4 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ബ്രെഡ് നമ്മ ഒന്ന് ക്യൂബ് പോലെ അരിഞ്ഞെടുക്കാം. ഫാസ്റ്റ് ആയിക്കോളും. ഇതാണ് നമ്മുടെ ബ്രെഡ് കേട്ടോ. ഇങ്ങനെ ക്യൂബ് പോലെ അരിഞ്ഞെടുക്കുക. ആ സൈഡൊന്നും ചെത്തിക്കളയണ്ട, അതേപോലെ തന്നെ 4 ബ്രെഡ്. അതിന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത് വേണം: ഒരു അര സവാള, ഒരു 2-3 വേപ്പില, 2 പച്ചമുളക്. അത് സവാള ഇങ്ങനെ ഓംപ്ലേറ്റിന് വേണ്ടി അരിയണം പോലെ അരിയണം കേട്ടോ. പിന്നെ അതിന് വേണ്ടി 4 ബ്രെഡ് എന്ന് പറയുമ്പോൾ 4 മുട്ടയും വേണം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാൻ പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള, പച്ചമുളക്, വേപ്പില ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അധികം ഫ്ലെയിം ഇടണ്ട, കരിഞ്ഞു പോകാം. മുട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ അതിൻ്റെ ഒപ്പം ഇത്തിരി കുരുമുളക് പൊടി. ഒരുപാട് കുക്കാവണ്ടല്ലേ സവാള? അത് അധികം വെക്കണ്ട, ക്രിസ്പിയായിട്ട് കയ്യിൽ കടിക്കാൻ. കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും. ആ ഉപ്പെന്ന് പറയുമ്പോൾ ആ മുട്ടക്ക് എന്തോ ഉപ്പ് വേണം, അത് ആ ഉപ്പ് ഇടണം. നാല് മുട്ടകളും ഉപ്പെണ്ണം വിട്ടണം. ഇതൊന്ന് വന്നുമ്പോഴാണത് ആവശ്യമുള്ളവർക്ക് കടുക് വേണമെങ്കിൽ പൊട്ടിക്കട്ടോ. ആദ്യം തന്നെ നമ്മൾ കടുക് പൊട്ടിച്ചില്ല. ഇപ്പോൾ സവാള മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ പാൻ ഓഫ് ചെയ്യാം. കാരണം ഈ ബ്രെഡ് നമുക്കിതിനകത്ത് മിക്സ് ചെയ്യണം. പാൻ ഓഫ് ചെയ്ത് ആ ചൂട് അങ്ങോട്ട് പോകണം. 2 സ്പൂൺസ് മിക്സ് ചെയ്യാനായിട്ട് ഈസിയാണ്. ആ ബ്രെഡിലോട്ട് തിരിക്കണം. നമ്മുടെ പാനിൻ്റെ ചൂട് പോകും. ചൂട് പോകാനായിട്ട് ഞാൻ ഓഫ് മുട്ട ഇടാൻ പറ്റില്ല, അപ്പം തന്നെ വെന്ത് പോകും. മുട്ട നമുക്ക് കോട്ടിങ് വരണ്ടേ? ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ മുട്ട വെന്ത് പോകും, ബ്രെഡിലൊന്നും പിടിക്കൂല. 4 ബ്രെഡ് എന്ന് പറയുമ്പോൾ 4 മുട്ട. ഇതങ്ങോട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ആണ്, അല്ലെങ്കിൽ മിക്സ് ആവൂല, അപ്പൊ തന്നെ വെന്തു പോകും. ഈ ബ്രെഡിലോട്ട് കോട്ടിങ് ഇടണം, അതിനാണ് നമ്മൾ ഓഫ് ചെയ്യണത്. ഓൾമോസ്റ്റ് ബ്രെഡിലെല്ലാം കോട്ടായിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആണ്, മാക്സിമം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ഓയിൽ വേണമെങ്കിൽ ഇത്തിരി ഓയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ആയിട്ടായിട്ട് ലാസ്റ്റ് ഇട്ടാലും മതി. നമ്മുടെ ഇതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരു നുള്ള് ഗരം മസാല അതിൻ്റെ മേലിലേക്ക് തൂക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ കിടക്കുന്ന പോലെ ഉണ്ടല്ലേ? മിക്സ് ചെയ്യാം, അവരൊരു ഫ്ലേവർ. അങ്ങനെ ബ്രെഡ് ഉപ്മാവ് റെഡി. മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ സ്മെല്ലും വന്ന് ഇത് നമുക്ക് അവിടെ കഴിക്കാം. മാക്സിമം ഒരു 10 മിനിറ്റ് പരിപാടി ഉള്ളൂ കേട്ടോ. സാധനം റെഡിയായിട്ടുണ്ട്. യെസ്, നമുക്ക് കഴിച്ചു നോക്കാം. നിങ്ങൾ കഴിച്ചിട്ടുള്ളതാണ്, എന്നാലും എല്ലാം ഉണ്ടാക്കാൻ പോകണ്ട. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തീരും പണി. ഞാൻ ബ്രെഡ് ഉപ്മാവ് കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് കടിച്ചിട്ട് ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ ചെറുതാക്കിയിട്ട്. പക്ഷെ ഇത് വേറെ ടേസ്റ്റാണ്. പെട്ടെന്ന് പരിപാടി കഴിയും.
നമുക്കൊന്നും വേസ്റ്റ് ഇല്ല. വേഗം കട്ട് ചെയ്ത് സംഭവം റെഡി. നല്ല രസമുണ്ട്. നമ്മുടെ നാടൻ ടച്ച് വേണമെങ്കിൽ കുറച്ച് കടുക് കൂട്ടിക്കാം. പക്ഷെ ഇത് അതിൻ്റെ ആവശ്യമില്ല. മല്ലിയില ഇടണവർക്ക് മല്ലിയില ഇടാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. See you next time. Bye bye. Bye.